സിമ്പിളാണ്. കുറച്ച് സാധനങ്ങൾ മതി. ഈ നോമ്പ് കാലങ്ങളിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് വേഗം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ അതിന് വേണ്ടി ഒരു 200 ഗ്രാം എല്ലില്ലാത്ത ഇറച്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇറച്ചിനൊന്ന് മസാല പുരട്ടി വെക്കാം. അതിന് വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1.5 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കാശ്മീർ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കുക. ഇനി പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൽ 1 നാരങ്ങയുടെ പകുതി നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുക. ഇതിൻ്റെ കുരുവൊന്നും ഇതിൽ പെടരുത് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഇറച്ചിയിലെല്ലാം മസാല നല്ലപോലെ പിടിച്ച് നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിനി ഇത് എണ്ണയിലിട്ട് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. ചിലരിത് പുഴുങ്ങിയിട്ടൊക്കെ ചെയ്യും. പുഴുങ്ങിയിട്ട് ചെയ്യണതിനേക്കാളും നല്ല ടേസ്റ്റും നല്ലതും ഇങ്ങനെ ചെയ്യുന്നതാണ്. വല്ലാതെ മൊരിച്ച് പൊരിച്ചെടുക്കാൻ പാടില്ല. കുറച്ച് ജ്യൂസി ആയിട്ട് വേണം പൊരിക്കാൻ. ഇനി നമ്മുടെ ഇറച്ചി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ആ സൈഡും കൂടി ഒന്ന് വെന്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ ഇറച്ചി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. നമുക്കിനി ഈ എണ്ണയിൽ തന്നെ മസാല ഉണ്ടാക്കാം. അതിന് ഈ എണ്ണ എല്ലാം വേണ്ട. നമുക്ക് കുറച്ച് എണ്ണ മാറ്റി മസാലയ്ക്ക് ആവശ്യമുള്ള എണ്ണ മാത്രം എടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസിൽ 2 ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 വെളുത്തുള്ളി ഇല്ലി ചെറുതായിട്ട് അരിഞ്ഞത് അതിട്ട് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കുക. പിന്നെ ലേശം കരിവേപ്പില അത് ഇട്ട് കൊടുക്കുക. എരിവിന് വേണ്ടി ഒരു പച്ചമുളക് അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി ഒന്ന് വാട്ടിയെടുക്കാം. വല്ലാതെ ബ്രൗൺ കളറൊന്നും ആവണ്ട. ഒന്ന് നമുക്ക് വാടി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഈ പൊരിച്ച ഇറച്ചി ഒന്ന് ചെറിയതായിട്ട് ഇതേപോലെ പൊടിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, ഇങ്ങനെ പൊടിച്ചെടുക്കണം. മിക്സിയിൽ വെച്ചിട്ടൊന്നും അടിക്കണ്ട കേട്ടോ മക്കളെ. ഇത് കൈകൊണ്ട് തന്നെ പൊടിച്ചെടുത്താൽ മതിയേ. മിക്സിയിൽ വെച്ച് അടിക്കുകയാണെങ്കിൽ നല്ല പൊടിഞ്ഞു പോകും. ഇത് നമുക്ക് കഴിക്കുമ്പോൾ ഒരു കഷ്ണം നമുക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം പൊടിക്കാൻ. ഇത് കണ്ടില്ലേ, ഇതേപോലെ. അപ്പോഴത്തെ നമ്മുടെ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. വല്ലാതെ വാടണ്ട, ഇതേപോലെ വാടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടി ഞാൻ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതും കാശ്മീർ മുളക് പൊടിയാണ്, കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1/2 ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം. നമുക്കിതിൽ ഒരു 1/4 ടീസ്പൂണ് കുരുമുളകും പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. മസാലയ്ക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇറച്ചിയിൽ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. മസാലകളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇപ്പം നമ്മുടെ മസാലകളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ പൊടിച്ച് വെച്ച ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് കുറച്ച് ഇറച്ചെടുത്ത് മാറ്റിയേക്കാം. ഇതെന്തിനാന്ന് ചോദിച്ചാൽ ലാസ്റ്റ് നമ്മളിത് പോളയൊക്കെ ഉണ്ടാക്കി ഒഴിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാനാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി ഇറച്ചി മസാലയും ഒക്കെപ്പാടെ ഒന്നുകൂടി ഇളക്കി മിക്സാക്കിയിട്ട് എടുക്കാം. ഇറച്ചി ഇട്ട് കൊടുത്തിട്ട് ഞാൻ 1 മിനിറ്റ് ഇളക്കിയിട്ടുണ്ട്. ഇറച്ചിയൊക്കെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ലേശം മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് ഇറക്കി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം.
ഞാൻ 250 ml ഒരു കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. മാവിനുള്ള പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. മാവിന് ഉപ്പ് നോക്കിയിട്ട് പാകം നോക്കി ഇട്ടാൽ മതി. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ മുട്ടയുടെ ഒരു ചുവ വരും. അത് വരാതിരിക്കാനാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തത് കേട്ടോ മക്കളെ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സിയിൽ വെച്ച് അരച്ച് മിക്സാക്കി കൊണ്ടുവരാം. ഇപ്പം നമ്മുടെ പോള ഉണ്ടാക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ പരുവത്തിലാവണേ. നന്നായിട്ട് അടിച്ചാൽ കട്ടയായിട്ട് വരും. ഇങ്ങനെ വേണം അടിച്ചെടുക്കാൻ. നമുക്കിനി അടി കട്ടിയുള്ള ഒരു ചട്ടി അടുപ്പത്ത് ചൂടാവാൻ വെക്കാം. ഞാനിവിടെ വെച്ചിട്ടുള്ളത് ഒരു ദോശച്ചട്ടിയാണ്. അതിനി ഒന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്ക് ഈ ചട്ടിയുടെ മേലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് കൊടുക്കാം. ഇപ്പോൾ ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. നമ്മളിപ്പോൾ മിക്സാക്കി കൊണ്ടുവന്ന മാവിൽ പകുതി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കിനി മൂടി വെച്ചിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇതാ ഇപ്പോൾ കണ്ടില്ലേ, മേലെ ഒരു പൊള്ളം പോലെ വന്ന് അടിയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് നമ്മൾ കൂട്ടി വെച്ച മസാല ഇതിൻ്റെ മേലിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മസാല ഇട്ട് കൊടുക്കുമ്പോൾ സൈഡ് മുട്ടാതെ വേണം ഇട്ട് കൊടുക്കാൻ. ഇപ്പം നമ്മുടെ മസാലയൊക്കെ ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സൈഡിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഈ നടുവിൽ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഇനി നമ്മൾ എടുത്തു വെച്ച ഇറച്ചി ഒന്ന് മേലേക്കൊന്ന് വിതറിയിട്ട് കൊടുക്കുക. ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മേലെ ഓരോരോ കഷ്ണം ക്യാപ്സിക്കം മുളക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 25 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. നമ്മളിത് 25 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ചട്ടിയുടെ വലിപ്പം, മാവിൻ്റെ അളവ് ഇതൊക്കെ അനുസരിച്ചിട്ട് ഒരു 25 മിനിറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കുക. അപ്പോൾ അത് വെന്തിക്കണോ വേവുന്നില്ലയോ എന്ന് നോക്കിയിട്ട് വേണം പിന്നെ അധിക നേരം വെക്കാൻ. നമ്മൾ കുത്തി നോക്കുമ്പോൾ കുത്തുന്ന സാധനത്തിൽ ഒരു നനവ് പോലെ വന്നിട്ടില്ലെങ്കിൽ വെന്തെന്ന് വിചാരിക്കുക. അതിൽ മാവ് ഒട്ടി വന്നാൽ കുറച്ച് നേരം 5 മിനിറ്റ് കൂടുതൽ വെച്ച് വേവിക്കുക. നമ്മുടെ ഇറാനി പോള ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അത് ഞാൻ വേറൊരു ഫാനാണ് എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ മറിച്ചെടുക്കാം. ഒയ്വാ, കണ്ടില്ലേ എന്ത് സൂപ്പറായിട്ടാണ് ഒരു പാകം വന്നിക്കണെന്ന് നോക്കിയാണ്. നമ്മുടെ പോളയുടെ അടിഭാഗം നന്നായിട്ട് വെന്ത് കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മറിച്ചിട്ടത് എന്തിനാന്ന് പറഞ്ഞാൽ മേൽഭാഗം ഒന്നുകൂടി വേകാനുണ്ട്. അത് വേകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മറിച്ചിട്ടത്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് കൂടി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മളിത് മറിച്ചിട്ടിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറക്കാം. ഞാനിതിൽ ആദ്യം ഒന്ന് കുത്തി നോക്കിയിരുന്നു വെന്തിട്ടുണ്ടോ എന്ന്. നിങ്ങൾക്കത് കാണിച്ചു തരാൻ പറ്റിയില്ല. ഇപ്പം ഞാനിവിടെ കുത്തി നോക്കുകയാണ് വെന്തിക്കണമെന്ന്. നന്നായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് ഈർക്കിലൊന്നും ഒട്ടി വരുന്നില്ല, ഒരു നനവുമില്ല. അപ്പം വെന്തെന്നാണ് അതിൻ്റെ മറുപടി. ഇനി നമുക്കിത് എടുക്കാം. നമ്മുടെ പോള കണ്ടില്ലേ മക്കളെ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ എന്താ സോഫ്റ്റ് നോക്കി, കണ്ടില്ലേ. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ മക്കളെ മസാലകൾ. ഇത് നല്ല സോഫ്റ്റ്, കണ്ടില്ലേ മക്കളെ. നോമ്പ് തുറക്കുമ്പോഴൊക്കെ നല്ല അടിപൊളി സാധനമാണ്. എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇറാനി പോള നന്നായിട്ട് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. മലയാളി പോള അല്ല കേട്ടോ, ഇറാനി പോളയാണ്. ഇത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ.